ദൈവത്തിന് മഹത്വം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 16-17 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ഈ വചനത്തിൽ 7 വാഗ്ദത്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 7 വാഗ്ദത്തങ്ങൾ അരുളി ചെയ്തതിനു ശേഷമാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാൻ പറയുന്നത്. എന്താണ് നമുക്കുള്ള ഈ വാഗ്ദത്തങ്ങൾ? ഒന്നാമത്തെ വാഗ്ദത്തം ഇതാണ്: ഞാൻ അവരിൽ വസിക്കും. ദൈവം നമ്മുടെ ഇടയിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ സഭയിൽ, അവൻ്റെ സമൂഹത്തിൽ ദൈവം അധിവസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി മാറ്റപ്പെടണം. ആ ദൈവാലയമായി നമ്മുടെ ഹൃദയം മാറ്റപ്പെടുമ്പോഴാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്നത്. ആയതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഞാൻ അവരിൽ വസിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ വാഗ്ദത്തം: ഞാൻ അവരുടെ ഇടയിൽ നടക്കും. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കുക. കർത്താവ് പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തോട്: ഞാൻ അവരുടെ പാളയത്തിൽ നടകൊള്ളുന്നു. ആയതുകൊണ്ട് ഞാൻ അവരുടെ മധ്യേ അശുദ്ധി കണ്ടിട്ട് അവരെ വിട്ട് മാറിപ്പോകാതിരിക്കേണ്ടതിന് അവരുടെ പാളയം വിശുദ്ധമായിരിക്കണമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. നമ്മുടെ ഇടയിൽ കർത്താവ് നടക്കണമെങ്കിൽ നമ്മുടെ പാളയം വിശുദ്ധമായിരിക്കണം, നമ്മുടെ കുടുംബം വിശുദ്ധമായിരിക്കണം, നമ്മുടെ സഭ വിശുദ്ധമായിരിക്കണം, നമ്മുടെ സമൂഹം വിശുദ്ധമായിരിക്കണം. അപ്പോൾ മാത്രമേ കർത്താവ് നമ്മുടെ ഇടയിൽ നടക്കുകയുള്ളൂ. മൂന്നാമത്തെ വാഗ്ദത്തം ഇതാണ്: ഞാൻ അവർക്ക് ദൈവമായിരിക്കും. നമ്മുടെ ദൈവം, തിരുവചനം പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ ദൈവം എന്നുമെന്നും എൻ്റെ ദൈവം എന്ന് നമുക്ക് പറയുവാൻ കഴിയണമെങ്കിൽ ആ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുവാൻ നമ്മൾ അവന് ഇടം കൊടുക്കണം. അതുമാത്രമല്ല, നാലാമത്തെ വാഗ്ദത്തം പറയുന്നു: അവർ എനിക്ക് ജനമായിരിക്കും. നാം നമ്മുടെ ദൈവത്തിൻ്റെ ജനമാണ്. നാം എങ്ങനെയുള്ള ജനമാണ്? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാണ്. ആയതുകൊണ്ട് ഈ 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്: ഞാൻ അവരുടെ നടുവിൽ ഒന്നാമത് വസിക്കുമെന്ന വാഗ്ദത്തം നൽകുന്നു. രണ്ടാമത് ദൈവം നൽകുന്ന വാഗ്ദത്തം: ഞാൻ അവരുടെ ഇടയിൽ നടക്കും. മൂന്നാമത്തെ വാഗ്ദത്തം: ഞാൻ അവർക്ക് ദൈവമായിരിക്കും. നാലാമത്തെ വാഗ്ദത്തം: അവർ എനിക്ക് ജനമായിരിക്കും. അഞ്ചാമത്തെ വാഗ്ദത്തം എന്താണ് അവിടെ പറയുന്നത്? ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ആരെല്ലാം നമ്മെ കൈവിട്ടാലും, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നാട്ടുകാർ കൈവിടാം, വീട്ടുകാർ കൈവിടാം, സ്വന്തക്കാരൊക്കെ നമ്മളെ തള്ളാം, എന്നാൽ നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. നമ്മളെ കൈക്കൊള്ളുക മാത്രമല്ല, ആറാമത്തെ വാഗ്ദത്തം അവൻ നമുക്ക് നൽകുന്നത് ഇതാണ്: നിങ്ങൾക്ക് ഞാൻ പിതാവായിരിക്കും. നമുക്ക് ഒരു പിതാവുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ്, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ്. അതുമാത്രമല്ല, ഏഴാമത്തെ വാഗ്ദത്തം പറയുന്നത്: നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പുത്രിമാരുമാണ് നാം ഓരോരുത്തരും. ഇങ്ങനെ ഈ 7 വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്: 1, ഞാൻ അവരിൽ വസിക്കുന്നു. 2, ഞാൻ അവരുടെ ഇടയിൽ നടക്കും. 3, ഞാൻ അവർക്ക് ദൈവമാകും. 4, അവർ എനിക്ക് ജനമാകും. 5, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. 6, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. 7, നിങ്ങൾ എനിക്ക് പുത്രിമാരുമായിരിക്കും. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. ഈ വാഗ്ദത്തങ്ങൾക്കായി നമുക്ക് അവലൂടെ കാത്തിരിക്കാം, നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.